2000 3000 രൂപ അവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ ഓരോ ബസ് ഉടമയും നിൽക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ ശക്തമായിട്ട് ഇതിനെതിരെ സമരം ചെയ്യണമെന്ന് ഉടമകളെ കഴിഞ്ഞു ആവശ്യമായിട്ട് ഇവിടുത്തെ തൊഴിലാളികൾ നിൽക്കുകയാണ്. അതിശക്തമായ ഒരു ചക്ര സമരം തന്നെ ഞങ്ങളിവിടെ 8-ാം തീയതി നടത്തും. സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ജൂലൈ 8-ന് സ്വകാര്യ ബസ് പണിമുടക്ക്. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ 8-ന് പണിമുടക്ക് നടത്തുന്നത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിച്ചതിനെ തുടർന്ന് തങ്ങൾക്കുണ്ടായ വലിയ നഷ്ടത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും അടക്കം ധരിപ്പിച്ചിട്ടും അനുകൂലമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സൂചന പണിമുടക്കിലേക്ക് പോകുന്നത്. സർക്കാരിൻ്റെ എടുത്തുചാടിയുള്ള ഒരു തീരുമാനം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാനുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത്, പെട്ടെന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഈ സൗജന്യ യാത്രാ പദ്ധതി ഇവിടുത്തെ സ്വകാര്യ ബസ്സുകളെ ആകെ തകർത്തിരിക്കുകയാണ്. ഞങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഈ പ്രസ്ഥാനം വളരെ പരിതാപകരമാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 20-ാം തീയതി ഫെഡറേഷൻ്റെ ഒരു രീതിയിൽ സെക്രട്ടേറിയറ്റിൽ ഒരു ധർണയും ഒരു റിലേ സത്യാഗ്രഹവും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ കോട്ടയത്തെ തൊഴിലാളികളും ഉടമകളും വളരെ ശക്തമായിട്ട് അതുവരെ ഇത് പോകാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ അഭിപ്രായത്തിൻ്റെ മേൽ ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടിലാണ് കോട്ടയം ജില്ല ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. കാരണം കോട്ടയം ജില്ലയിൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഏതാണ്ട് 950 ബസ്സുകളുണ്ട്. ഏതാണ്ട് 240 ബസ്സിന് മുകളിൽ ഇവിടുത്തെ KSRTCയിൽ ഓർഡിനറി ഓടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള മിക്ക റൂട്ടുകളിലും ഏറെക്കുറെ 80% റൂട്ടുകളിലും KSRTC സർവീസ് നടത്തുന്നുമുണ്ട്. ഇവിടെയുള്ള എല്ലാ വണ്ടികൾക്കും തന്നെ കളക്ഷന് 500 രൂപ മുതൽ 4000 രൂപ വരെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികളും വളരെ ശക്തമായിട്ടാണ് നിൽക്കുന്നത്. കാരണം അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ഷീറ്റ് കൊണ്ട് തരുമ്പോഴും ഓരോ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് കൊണ്ട് തരുമ്പോൾ ഡീസലും അടിച്ച് അവരുടെ ശമ്പളം എടുത്തു കഴിഞ്ഞ് ഷീറ്റ് കൊണ്ട് തരുമ്പോൾ 2000 3000 രൂപ അവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ ഓരോ ബസ് ഉടമയും നിൽക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ ശക്തമായിട്ട് ഇതിനെതിരെ സമരം ചെയ്യണമെന്ന് ഉടമകളെ കഴിഞ്ഞു ആവശ്യമായിട്ട് ഇവിടുത്തെ തൊഴിലാളികൾ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്ത് കൂടിയാണ് ഞങ്ങൾ ഒരു സംഘടന എന്ന നിലയിൽ 8-ാം തീയതി ഞങ്ങൾ സമരം ചെയ്തത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടുത്തെ തൊഴിലാളി സംഘടനകളെല്ലാവരും, ഞങ്ങളുടെ വർക്ക്ഷോപ്പ്, ടയറ്, അങ്ങനെയുള്ള സമസ്ത മേഖലയിലുള്ളവരും ഞങ്ങളുടെ കൂടെ കൂടുന്നുണ്ട്. അതിശക്തമായ ഒരു ചക്ര സമരം തന്നെ ഞങ്ങളിവിടെ 8-ാം തീയതി നടത്തും എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. നിങ്ങളോടൊപ്പം തന്നെ പത്തനംതിട്ട, കൊല്ലം ജില്ലകളും തീർച്ചയായിട്ടും ഞങ്ങളിങ്ങനെ ഒരു സമരമുഖമായിട്ട് വന്നപ്പോഴത്തേക്ക് പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തുനിന്നും സമാന രീതിയിലുള്ള അനുഭവം തന്നെയാണ്. ഞങ്ങളും നിങ്ങളുടെ കൂടെ കൂടുകയാണെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അന്നേ ദിവസം ഞങ്ങൾ ഇവിടുന്ന് നാഗമ്പടത്തുനിന്ന് ഒരു പ്രതിഷേധ പ്രകടനം കളക്ടറേറ്റിലേക്ക് പോവുകയും അവിടെ ഒരു ധർണ നടത്തുകയും ആ ധർണ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഫെഡറേഷൻ പ്രസിഡന്റ് ശ്രീ KK തോമസ് വരികയും ഉദ്ഘാടനം നടക്കുകയും ചെയ്യും. ആ തദവസരത്തിൽ CIT യൂണിൻ്റെയും BMS യൂണിൻ്റെയും പ്രമുഖ നേതാക്കൾ വന്ന് പ്രസംഗിക്കുകയും ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ടും അതിലൊരു നടപടി, ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഞങ്ങളിത് വന്നപ്പോൾ മുതൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെയും ഇവിടുത്തെ മന്ത്രിയെയും പലതവണ കണ്ടെങ്കിലും പലതവണ നിവേദനം കൊടുത്തെങ്കിലും ഒരു തീരുമാനം നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നേ വരെ ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്ത ആഴ്ച തന്നെ വിളിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. എന്തെങ്കിലും ഒരു നല്ല പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതി തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വർഷങ്ങളായുള്ള ബസ് ഉടമകളുടെ ആവശ്യമാണ് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് 1 രൂപ എന്നുള്ളത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇപ്പോൾ ഈ വലിയ പ്രതിസന്ധി പറയുന്ന ഒരു സമയത്ത് തന്നെ ഈ ചില വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ, അതായത് SFIയുടെ അടക്കം നേതാക്കളുടെ ഭാഗത്തുനിന്നൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. നിങ്ങൾക്കുണ്ടായ നഷ്ടം നികത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ നഷ്ടം വിദ്യാർത്ഥികളുടെ തലയിൽ കെട്ടിവെക്കേണ്ട, ST വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടായ നഷ്ടം നികത്താമെന്ന് ആരും വിചാരിക്കേണ്ട എന്നൊരു സ്റ്റേറ്റ്മെന്റ് SFI നേതാക്കളുടെ അടക്കം ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിലെന്താണ് പറയാനുള്ളത്? വിദ്യാർത്ഥി നേതാക്കന്മാരോട് ചോദിച്ചിട്ട് ഈ ഒരു ബസ് ചാർജ് വർധന ഒരിക്കലും ഉണ്ടാകില്ല. അവരൊരിക്കലും അതിനെതിരെ നിൽക്കുകയുള്ളൂ. അതല്ല യാഥാർത്ഥ്യം ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടെയുള്ള ആളുകൾക്കും എല്ലാവർക്കും അറിയാം. 100 വിദ്യാർത്ഥി കയറിയാൽ 1 ലിറ്റർ ഡീസൽ പോലും ഞങ്ങൾക്ക് കിട്ടത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾക്കിത് നിലനിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. മാത്രവുമല്ല, ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയി, ഒപ്പം ഇനി വിദ്യാർത്ഥികൾക്ക് ചാർജ് വർദ്ധിപ്പിച്ചാൽ അതിൽ കൂടുതൽ പ്രക്ഷോഭം ഉണ്ടാകും എന്നുള്ളത് ഗവൺമെൻറ്റിന് അറിയാവുന്ന കാരണം അങ്ങനെ ഒരു രീതിയിലേക്കൊന്നും പോകുമെന്ന് ഞങ്ങൾക്ക് യാതൊരുവിധ ഉത്കണ്ഠയില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ മാത്രം ബസ് ചാർജ് വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രമൊന്നും ഈ പ്രശ്നം ഇതിൽ നിന്ന് പരിഹരിക്കപ്പെടാനുള്ള ഒരു അവസരമായിട്ട് കരുതുന്നില്ല. കാരണം ഇത് അങ്ങനെയുള്ള ഒരു ചെറിയ കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ച് 3000 മുതൽ 4000 രൂപ നഷ്ടം വരുന്ന ഈ വ്യവസായത്തിന് കരകയറണമെങ്കിൽ വളരെ അത്യാവശ്യമായി ഈ സർക്കാർ ഞങ്ങൾ കനിയണം എന്ന് തന്നെയാണ്
നല്ല തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. 8-ാം തീയതി ഒരു സൂചനാ സമരമാണ്. 8-ാം തീയതി തീർത്തും സൂചനാ സമരം മാത്രമായിരിക്കും. 8-ാം തീയതി കഴിഞ്ഞ് ഞങ്ങൾ 20-ാം തീയതി 4 ജില്ല കൂടി സെക്രട്ടേറിയറ്റിൽ ഒരു സമര പരിപാടിയുണ്ട്. അതിനുശേഷം 4 ദിവസത്തേന് സെക്രട്ടേറിയറ്റിൽ തന്നെ പല ജില്ലകളുടെയും പരിപാടികൾ കാണും. അതിനുശേഷം ശക്തമായ ഒരു സമരപരിപാടിയിലേക്ക് തന്നെ ഞങ്ങൾക്ക് പോകേണ്ടി വരും. കാരണം ഞങ്ങൾക്കൊരു തീരുമാനമുണ്ടായില്ല ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുനടക്കാൻ യാതൊരു നിർവാഹവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാളിതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ മേഖല കടന്നു പോകുന്നത് എന്നുള്ളതാണ് സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പറയുന്നത്. ഈ സൂചനാ പണിമുടക്കിന് ശേഷവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ സർവീസുകൾ നിർത്തിവെക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോകുമെന്നാണ് സംഘടനാ ഭാരവാഹികൾ അറിയിക്കുന്നത്. കോട്ടയത്തു നിന്നും ക്യാമറാമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.